62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നിരിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാപൂരത്തിന്, കലാമാമാങ്കത്തിന് ഇവിടെ കൊല്ലം ആശ്രാമം മൈതാനത്ത് പതാക ഉയർന്നിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് പതാക ഉയർത്തിയത്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ പതാക ഉയർന്നിട്ട്. ഇനി വിരലിൽ എണ്ണാവുന്ന നിമിഷങ്ങൾ മാത്രമാണ്. എണ്ണി കാത്തിരിക്കുകയാണ്. 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം ഈ കൊല്ലം നഗരി അക്ഷരാർത്ഥത്തിൽ ഒരു പൂര നഗരിയായി അങ്ങ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ, കാഴ്ചകളൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ കലക്കൻ കൊല്ലവും ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മളും ഉണർന്നു കഴിഞ്ഞു, എല്ലാവരും ഫുൾ ഓൺ ആണ്. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക, എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ, ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി ആരൊക്കെ എത്തും, ഇനി മത്സര ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള സമഗ്രമായ വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം അഞ്ജന ചേരുന്നുണ്ട്. അഞ്ജനയിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒരുപാട് വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. രാജനുണ്ട്, അതുപോലെ മുഹമ്മദ് റിയാസ്, കെ ചിഞ്ചുറാണി, ധനമന്ത്രി BN ബാലഗോപാൽ തുടങ്ങിയവരൊക്കെ തന്നെ വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്നുണ്ട്. ഒപ്പം സിനിമാ താരം നിഖില വിമലും എത്തുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് കലാപ്രകടനങ്ങൾ മാറ്റിവെക്കാനായിട്ട് 59 ഇടങ്ങളിലായി നടക്കുന്ന 24 വേദികളിൽ എത്തിച്ചേരും. ഒരുപാട് വിദ്യാർത്ഥികൾ എത്തിച്ചേരും. ഒപ്പം തന്നെ കാണികളായിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും അല്ലെങ്കിൽ കാണികൾക്കൊക്കെ തന്നെയും ഏറെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ഇനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. മോഹിനിയാട്ടമുണ്ട്, അതോടൊപ്പം തന്നെ സംഘനൃത്തമുണ്ട്. എല്ലാവർക്കും സംഘനൃത്തത്തോടൊക്കെ ചെറിയൊരു താല്പര്യം ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് വർണ്ണങ്ങളിൽ തീർത്ത വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചുവടുകളും ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾ തട്ട് കയറുമ്പോൾ അത് കാണാനായിട്ട് നിരവധി കാണികൾ എത്താറുണ്ട്. അപ്പോൾ സംഘനൃത്തം ഇന്നൊരു പ്രധാന ഇനമാണ്. അതോടൊപ്പം തന്നെ ഓഫ് സ്റ്റേജ് ഐറ്റങ്ങളുണ്ട്, കഥാപ്രസംഗമുണ്ട്, അതുപോലെ കഥാരചനയുണ്ട്, സ്ക്രിപ്റ്റുണ്ട്, സംസ്കൃത സ്ക്രിപ്റ്റുണ്ട്, അതുപോലെ നിരവധി ഇനങ്ങളുണ്ട്. അപ്പോൾ ഇനി അധികം സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. മുഖ്യമന്ത്രി അല്പ സമയത്തിനകം തന്നെ എത്തിച്ചേരും. ഒപ്പം വിശിഷ്ടാതിഥികളും എത്തിച്ചേരും. ഇപ്പോഴുള്ളത് ആശ്രമം മൈതാനത്തുള്ള പ്രധാന വേദിയിലാണ്. ഇവിടെ എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇനി പരിപാടികൾ തുടങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ.